കുട്ടികളെ കൊണ്ടുപോകുന്ന ഇതിലേ കൊണ്ടുപോകാൻ വഴിയില്ലാത്തതാണ് അതിൽ ആ പരിപാടി കൂടെ കൊണ്ടുപോകുന്നത്. അത് കണ്ടുപോയ പരിപാടിയാണ്. അപ്പോൾ ഇതിലേ പോകാൻ എന്ന് പറഞ്ഞാൽ അവിടെ ചാണാക്കുഴിയാണ്. ആശ്രയിക്കാൻ നമുക്ക് ഈ വഴിയുള്ളൂ, പൊതുവഴി നമുക്ക് ഇല്ല. സംഭവം ഇത് വേറൊരാളെ വഴിയാണ്. അപ്പോൾ ഇതിലിവിടെ വേസ്റ്റ് കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല സ്മെല്ല് ഫുഡ് വേസ്റ്റിൻ്റെ എല്ലാ സ്മെല്ലും കൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞുങ്ങളെ കൊണ്ട് പോകാൻ പറ്റുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം വേറൊരു വഴിയുള്ളത് സംഭവം അത് മൊത്തം ചാണകവും പുല്ലും കയറി കിടക്കുന്നുണ്ട്. അങ്ങോട്ട് ഭയങ്കര പാമ്പൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. നമുക്ക് ഈ കുട്ടികളെയും കൊണ്ട് വാക്സിനേഷൻ എടുക്കാനും പോളിയോ എടുക്കാനൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. നമസ്കാരം, ഇത് മംഗലാപുരം കുന്നുവിള മുള്ളം കോളനിയിലെ ആൾക്കാരാണ് എൻ്റെ ഇവിടെ ഉള്ളത്. അവരിപ്പോൾ അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മളെ വിളിച്ച് പറഞ്ഞു, അങ്ങനെയാണ് ഞങ്ങൾ എത്തിയത്. ഇതൊരു പൊതുവഴിയല്ല, ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ വഴിയാണ്. പക്ഷേ ഇവർക്ക് കുട്ടികളെയും കൊണ്ട് അംഗൻവാടി പോകാൻ വേറെ വഴിയില്ല. ഈ വഴി മാത്രമേ ആശ്രയിക്കാൻ പറ്റൂ. പക്ഷേ ഈ വഴി തന്നെ ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന വേസ്റ്റ് ചെയ്ത് കാണാം, അത് റെയിൽവേയുടെ വേസ്റ്റാണ്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വാർത്ത ചെയ്തായിരുന്നു. അതായത് ആറ്റിങ്ങൽ ആലങ്കോട് MLA പാലത്തിന് അടുത്ത് ഇതേപോലെ ടിപ്പർ ലോറിയിൽ കുന്നുകണക്കിന് റെയിൽവേയുടെ വേസ്റ്റ് അടിച്ച ഒരു വാർത്ത നമ്മൾ ചെയ്തായിരുന്നു. അതിന് ഭീമമായ തുക പിന്നെ നഗരസഭ ഈടാക്കി ആ വേസ്റ്റ് തിരിച്ചു കൊണ്ടുള്ള സംവിധാനങ്ങൾ ചെയ്തു. നമ്മുടെ വാർത്തയെ തുടർന്നാണ് അതൊക്കെ ചെയ്തത്. ഇപ്പോൾ അതേ സംഭവം അതേപോലെ റെയിൽവേയുടെ വേസ്റ്റ് ഇവിടെ കൊണ്ട് തള്ളിയിരിക്കുകയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് വേറെ വഴിയില്ല, അംഗൻവാടിയിലിപ്പോൾ വേറെ വഴിയില്ലല്ലേ? പൊതുവഴിയല്ല, നമുക്ക് പൊതുവഴി അവിടെ ആശ്രയിക്കാൻ ഈ വഴിയുള്ളൂ. ആശ്രയിക്കാൻ നമുക്ക് ഈ വഴിയുള്ളൂ, പൊതുവഴി നമുക്ക് ഇല്ല. സംഭവം ഇത് വേറൊരാളെ വഴിയാണ്. അപ്പോൾ ഇതിലിവിടെ വേസ്റ്റ് കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല സ്മെല്ല് ഫുഡ് വേസ്റ്റിൻ്റെ എല്ലാ സ്മെല്ലും കൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞുങ്ങളെ കൊണ്ട് പോകാൻ പറ്റുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം വേറൊരു വഴിയുള്ളത് സംഭവം അത് മൊത്തം ചാണകവും പുല്ലും കയറി കിടക്കുന്നുണ്ട്. അങ്ങോട്ട് ഭയങ്കര പാമ്പൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിൻ്റെ നാറ്റം കൊണ്ട് ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ രണ്ട് വഴിയും നമുക്ക് അടഞ്ഞു കിട്ടിയിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളെ നഴ്സറിയിലാക്കാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങളെ കൊണ്ട് നഴ്സറിയിൽ പോകാനും പറ്റുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് പോവേന്നില്ല, മഴ പെയ്താലും നമ്മൾ പോവേന്നില്ല. ഒരു ദിവസം പോയെങ്കിൽ ഒരു ദിവസം 9 ദിവസം പഞ്ചായത്തിൽ നമ്മൾ പരാതി കൊടുത്ത് അവർക്ക് ആർക്കും ഒരു ഇതില്ല. മെമ്പർ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് മെമ്പർ വന്നിട്ടില്ല. സെക്രട്ടറി നമ്മൾ പറഞ്ഞപ്പോൾ സെക്രട്ടറി പറയണത് ഞാൻ ഇതിൽ എന്താണ് ചെയ്യണത്, നിങ്ങളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു തരാനാണ് സെക്രട്ടറി പറയുന്നത്. അപ്പം നമുക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവർ ഈ ഫ്ലോട്ടിലെ ഉടമ നമ്മുടെ കടക്കണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുവഴി കയറാൻ പറ്റില്ല. ഗേറ്റ് അവർ പൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റില്ല. നമുക്ക് വേറൊരു വഴിയുണ്ട്, പക്ഷേ അതും അവർ വൃത്തിയാക്കി തരില്ല. ഇത് 3 വഴിയും നമുക്ക് പോകാം, 2 വഴിയും നമുക്ക് പോകാൻ പറ്റില്ല. കുഞ്ഞുങ്ങൾക്ക് സ്മെല്ല് കൊണ്ട് അസുഖങ്ങളും വരുന്നുണ്ട്. അപ്പം നമുക്കിതിലൊന്നിലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഏതായാലും വളരെ ഭീകരമായ അവസ്ഥയാണ്. സഞ്ചാര സ്വാതന്ത്ര്യമുള്ളത് എന്നുള്ളത് എല്ലാവർക്കും പിന്നെ അനുവദിക്കപ്പെട്ടുള്ള ഇന്ത്യൻ ഭരണഘടന അനുവദിക്കപ്പെട്ടുള്ള കാര്യമാണ്. ഇവർക്ക് ഈ അംഗൻവാടി ഭാഗത്തേക്ക് കുട്ടികളെ കൊണ്ടാക്കാനായിട്ട് ഈ പറഞ്ഞ 3 വഴിയും പോകാൻ സാധ്യമാകാത്ത നിലയിലാണ്. ഇത് പൊതുവഴിയല്ല, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇവർ ഈ വഴിയാണ് ആശ്രയിക്കുന്നത്. പക്ഷേ ആ വഴിയിൽ പോലും ഈ പറയുന്ന റെയിൽവേയുടെ വേസ്റ്റ് കൊണ്ടിട്ട് ഇവരുടെ യാത്രാ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന ഭീകരമായൊരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ പറയുന്ന കോളനി നിവാസികൾക്ക് അംഗൻവാടിയിലേക്ക് പോകാനുള്ള പൊതുവഴി ഇതാണ്. പക്ഷേ ഇവിടെ സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണല്ലേ? അവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ മാലിന്യം കൊണ്ട് നടക്കുന്നതൊക്കെ ചാണാനും കുടിയെടുത്തിട്ടെങ്കിൽ കൊച്ചു മക്കളെയും കൊണ്ട് അങ്ങോട്ട് പോകാത്തത്. അത് പല ആവർത്തിയിലും പറഞ്ഞു വിലയ്ക്കും. അല്ലെങ്കിൽ ചോദിക്കട്ടെ, ഇത് നിങ്ങൾ പഞ്ചായത്തിന് ശ്രദ്ധപ്പെടുത്തിയായിരുന്നു? പഞ്ചായത്തിൻ്റെ പറഞ്ഞാൽ അവർ ചെയ്യൂല. പഞ്ചായത്തുകാരിൽ ഒരു കാരണവശാലും ഈ പറയുന്ന ഈ പൊതുവഴി ഇവർക്ക് സഞ്ചാരയോഗ്യമല്ലാത്തത് കൊണ്ടാണ് ഇവരിപ്പോൾ ആ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയെ ആശ്രയിക്കുന്നത്. ഇപ്പോൾ അവിടെയും കൊണ്ട് മാലിന്യം തട്ടി ഒരു പക്ഷേ പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കാർ ഗേറ്റങ്ങ് അടച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ ആ ഒരു ബാലവാടി അംഗൻവാടിയിലേക്ക് പോകാനുള്ള എല്ലാ യാത്രയുടെ ഇതും നിലയ്ക്കും. ഇവരുടെ ഗതികേട് കൊണ്ടാണ് ഇപ്പം തന്നെ കുട്ടികളെ കൊണ്ടുപോകുന്ന ഇതിലേ കൊണ്ടുപോകാൻ വഴിയില്ലാത്തതാണ് അതിൽ ആ പരിപാടി കൂടെ കൊണ്ടുപോകുന്നത്. അത് കണ്ടുപോയ പരിപാടിയാണ്. അപ്പോൾ ഇതിലേ പോകാൻ എന്ന് പറഞ്ഞാൽ അവിടെ ചാണാക്കുഴിയാണ്. കടന്നു നോക്കൽ നമ്മളെ പോലുള്ളതിന് തന്നെ ഇതിലേ പോകാൻ നോക്കുന്നില്ല. നോക്കിയാൽ ഇത്രയും ബില്ല് പിടിച്ച് ഇറക്കി കിടന്ന് നമ്മൾ എന്ത് ചെയ്താലും ചെയ്യുന്ന ഇവിടെ ആർക്കും ഒരു ഇതില്ല. അങ്ങോട്ട് പോകണ്ട. അതാണ് അംഗൻവാടി. വലിയ ആളായ നമ്മൾക്ക് തന്നെ പോകാൻ ഇതിലെ പേടിയാണ്. ഉപകരണങ്ങളുണ്ട് ഇതിൽ ഉണ്ട്. പക്ഷേ അതിലേ വരുന്നവർക്ക് വണ്ടികൾ അതിലേ വരും. പക്ഷേ ഇവിടെയുള്ള കുട്ടികൾ വരാനാണ് വലിയ ബുദ്ധിമുട്ടുകൾ. ഇതിലൊക്കെ അറിയിച്ച് പലവൃത്തിയും പലരും പറഞ്ഞ് വിലയ്ക്ക് വയ്ക്കും. ഇവർ ഇപ്പം ആ വഴി അത്രയും വെട്ടിവെച്ചത് ഇപ്പം ഞാനും നമ്മളൊരു കൂട്ടുകാരൻ മരിച്ചുപോയി, മോഹൻ എന്ന് പറയും. ഞങ്ങളെല്ലാം കൂടെ ചെയ്താണ് ആ വഴി അത്രയും അവിടെ ഉണ്ടാക്കി മുഴുവൻ വേലി കെട്ടിയത്. പക്ഷെ അവർ ഇങ്ങോട്ട് വഴി കൊടുക്കില്ല എന്ന് പറഞ്ഞു. അവർക്ക് ഇങ്ങോട്ട് വഴിയില്ല, അംഗൻവാടി പോകാനുള്ള വഴിയില്ല, അവരെ വീട് വരെയുള്ള വഴിയേ ഉള്ളെന്ന് പറയും. ഒരു എന്താ പറയുക, കൊച്ചു കുട്ടികൾ പഠിക്കുന്ന ഒരു അംഗൻവാടിയിലേക്ക് പോകാൻ ഗ്രാമപഞ്ചായത്ത് അന്വേഷിച്ചിരിക്കുന്ന വഴിയാണിത്. പക്ഷേ ആ വഴിയുടെ അവസ്ഥ, അതിൻ്റെ ദൃശ്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുകയാണ്.
ഇത്രയും വൃത്തിഹീനമായ ഒരു വഴിയിൽ കൂടി, അത് മാത്രമല്ല പാമ്പുകളുണ്ടല്ലേ? പാമ്പുകളുണ്ട്, ചേര. കുഞ്ഞുങ്ങളെ കൊണ്ടാക്കണ സമയത്ത് പാമ്പുകളെ കണ്ട് നമ്മൾ തിരിഞ്ഞോടിയിട്ടുണ്ട്. തിരിഞ്ഞോടണ സമയത്ത് അവിടെ ഒന്നി ചാണാക്കുഴിയിൽ വീഴും, അല്ലെങ്കിൽ സർക്കി അടിച്ച് നിങ്ങൾ വീണിട്ടുമുണ്ട്. അത്രയ്ക്ക് റിസ്ക് എടുത്താണ് നമ്മൾ പോകുന്നത്. ഓരോ ദിവസം പോകണം, മഴ പെയ്താൽ പോകാൻ പറ്റില്ല, പിന്നെ മഴയായാൽ നമ്മൾ വിടാറില്ല കുട്ടി. അതാണ് നമ്മൾ ഫ്ലോട്ട് വഴി ആശ്രയിച്ചത്. അപ്പോൾ അവരും പൂട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഈ വഴി നമുക്ക് ശരിയായി കിട്ടണം. ഈ പിന്നെ മന്ത്രിവസതിയിൽ ഈ തുണി വിരിച്ചാൽ എലി കരളുമെന്ന് ഒക്കെ പറയുന്ന മുഖ്യമന്ത്രി ഈ വഴിയൊക്കെ ഒന്ന് കാണണം. ഇവിടെ ഇങ്ങനെ കുറച്ച് മനുഷ്യജന്മങ്ങൾ ജീവിച്ചിരിപ്പെടുന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. നിങ്ങളൊക്കെ ഇതല്ലേ അവസ്ഥ? ഈ വഴി കൂടെ പോകാൻ പറ്റൂ? പോകാൻ പറ്റൂല. അംഗൻവാടി പോണ ഈ ഒരു മുകളിൽ നിന്ന് ഈ റോഡിൽ നിന്ന് ഒന്നേ ഉള്ളൂ. ഈ ഇന്നോവ കയറി കിടന്ന് കറങ്ങുന്ന നമ്മുടെ മന്ത്രി പുങ്കവന്മാരും ബാക്കിയുള്ള എല്ലാ ആൾക്കാരും, ഇവിടെ ഭരിക്കുന്ന ഒരു മെമ്പർ പോലും ഇതുവരെ ഞങ്ങൾ വിളിച്ചിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. അവരൊക്കെ ഇതൊന്നും കാണുന്നില്ല. കാരണം ഇവരുടെയൊക്കെ വോട്ട് വാങ്ങിച്ചില്ലേ അവർ വിജയിച്ചത്. അവരൊന്നും ഇത് കാണുന്നില്ല എന്നുള്ള കാര്യം അത്ഭുതമായിരിക്കുന്നു. കാരണം അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് ആ സ്മെല്ലൊന്നും കാണാൻ അങ്ങോട്ട് പോകാൻ വയ്യ. പിന്നെ കാടും പാമ്പും ചാണാക്കുഴിയും ഇങ്ങനെ ഒരു സ്ഥലത്ത് കൂടെയാണ് ഈ കുട്ടികളെയും കൊണ്ട് പോകുന്നത്. വാക്സിനേഷൻ, പോളിയോ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് അംഗൻവാടി വെച്ചാണ് നടത്തുന്നത്. അപ്പൊ നമുക്ക് ഈ കുട്ടികളെയും കൊണ്ട് വാക്സിനേഷൻ എടുക്കാനും പോളിയോ എടുക്കാനൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയ്ക്ക് റിസ്ക് എടുത്താണ് വൈറ്റമിന് കുട്ടികളെ കൊണ്ട് പോകുന്നത്. റെസിഡന്റ് അസോസിയേഷനിലാണ് നമ്മൾ കുട്ടികളെ കൊണ്ടുവന്ന് വാക്സിനേഷൻ എടുക്കുന്നതും വൈറ്റമിൻ മരുന്ന് കൊടുക്കുന്നതും എല്ലാം അവിടെയാണ്. കാരണം ഇവിടെ വെച്ചാൽ നിങ്ങൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം നമുക്ക് പോകാൻ പറ്റൂല. അപ്പം ഇത്രയും ഇത് ഇങ്ങനെ കിടക്കണോണ്ട് നമുക്ക് ഇതിലൊരു ഇത് കാണിച്ചു തന്നേ പറ്റൂ എന്തായാലും. അല്ലെങ്കിൽ നിങ്ങൾ കുഴിയെടുത്ത് അതിൽ മൂട്. അല്ലാതെ എനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റൂല. സൊല്യൂഷൻ നിങ്ങളാണ് പറഞ്ഞു തരാനുള്ളത്. നമ്മളാണ് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനുള്ളത് ഞങ്ങളുടെ കുട്ടികളുടെ അവസ്ഥയ്ക്ക്. സെക്രട്ടറി പഞ്ചായത്തിലിരിക്കുന്ന സെക്രട്ടറി അങ്ങനെയാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. പഞ്ചായത്തിൽ പോയി പരാതി എഴുതി ഒപ്പിട്ടാ കൊടുക്കാൻ പറഞ്ഞു നമ്മളെല്ലാവരും. അല്ലെങ്കിൽ നിങ്ങൾ പോലീസിനെ അറിയിച്ചു. പോലീസ് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ. സെക്രട്ടറി നമ്മുടെ അടുത്ത് പറഞ്ഞ വാക്കുകളൊക്കെ അങ്ങനെയാണ്. ഞങ്ങൾ സെക്രട്ടറിയാണ് പരാതി കൊടുത്തത്. അപ്പോൾ സെക്രട്ടറി ഇങ്ങനെയാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. നിങ്ങളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ ഞങ്ങൾ എന്തൊരു ചെയ്യാനെന്നാണ് സെക്രട്ടറി ചോദിക്കുന്നത്. വേസ്റ്റ് മാത്രമല്ല, ഈ വഴിയല്ലേ പൊതുവഴി, അത് വല്ലവരും വഴിയല്ലേ? ഒരുപാട് ഞാൻ വരുന്നതിന് മുമ്പേ, അതായത് കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പേ ഇതൊരു വിഷയമാണ്. കളക്ടറേറ്റ് ഇതിൻ്റെ കാര്യങ്ങൾ പോയി, പേപ്പർ വർക്കുകൾ പോയി. അപ്പോൾ അവിടെ നിന്നുള്ള അറിയിപ്പിന് ഇവർ ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് ഇവർ ഇരിക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കളക്ടറുടെ അവിടെ നിന്ന് വരെ പേപ്പർ വന്നിട്ട് നടപടികൾ എടുക്കുന്നില്ല. നമ്മൾ പിന്നെ പഞ്ചായത്തിൻ്റെ തൊഴിലുറപ്പിൽ വെച്ച് അവർക്ക് ഇത് കെട്ടാനുള്ള ഇത് അനുവദിച്ചു. അതായത് ഈ ചാണാക്കുഴി അങ്ങോട്ട് മാറ്റി കെട്ടുന്നതിന് വേണ്ടി അനുവദിച്ചിട്ട് പോലും ചെയ്യുന്നില്ല. അതാണ് അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. അല്ല, ഈ പറയുന്ന തടസ്സവാദങ്ങളൊക്കെ എല്ലാവർക്കും പറയാം. പക്ഷേ ഇവർക്ക് ശാശ്വതമായൊരു പരിഹാരം വേണ്ടേ? ഈ കുട്ടികൾക്ക് ഒരു വാക്സിൻ എടുക്കാൻ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയല്ലേ? നമ്മൾ പഞ്ചായത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതൊക്കെ ചെയ്തു നോക്കി. പിന്നെ പറഞ്ഞു, പിന്നെ 3 സെൻറ്റേ ഉള്ളൂ 4 സെൻറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവർ ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ല. 3 സെൻറ്റ് 4 സെൻറ്റുള്ള ആൾക്കാർക്ക് വഴി വൃത്തിയാക്കിയിട്ടല്ലോ. ഞാൻ പോയി കണ്ടു വഴി, കാടും കയറി ചാണാ ഒളിച്ചോണ്ടിരിക്കുകയാണ്. ആ വഴി പിള്ളേർ എങ്ങനെ ഇപ്പോൾ പാമ്പ് എങ്ങനെ പോകും പിള്ളേർ? കുട്ടികളുടെ വിദ്യാഭ്യാസവും കുട്ടികളുടെ ആരോഗ്യം നോക്കണ്ടേ? പഞ്ചായത്തിനെ കൊണ്ട് ഇവിടെ ഇപ്പോഴുണ്ടായ സംഭവത്തിൽ നമ്മൾ HIയെ വിളിച്ചുകൊണ്ടുവന്ന് സ്ഥലം കാണിച്ചു. HI അതിൻ്റെ ഇപ്പം കൊണ്ട് വേസ്റ്റ് കൊണ്ട് അവിടെ തള്ളിയിട്ടായിരുന്നു. അപ്പോൾ ആ വേസ്റ്റുമായിട്ട് അവരെ ബന്ധപ്പെട്ട് അത് അവരുടെ ഒരു സ്വകാര്യ സ്വത്താണ്. അത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അംഗനവാടിക്ക് അടുത്താണ്, പൊതുവഴി ഇതാണല്ലോ. അംഗനവാടിക്ക് അടുത്താണ്. കാരണം അവിടെ എപ്പോഴാണ് അവർ ഗേറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ അതുവഴി പോകാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ഒരു ഗതികേടെന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ വഴി ആശ്രയിക്കേണ്ട ഒരു ഗതികേട് വന്നു. ഇപ്പോൾ അവിടെയും വേസ്റ്റ് ഉണ്ട് കിട്ടും. ഏതായാലും വളരെ ഭീകരമായ അവസ്ഥയാണ്. കാരണം വെച്ചാൽ കൊച്ചുകുട്ടികളുടെ വിദ്യാഭ്യാസം പോലും മുടക്കുന്ന, സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന വളരെ ഭീകരമായ അവസ്ഥ, ദയനീയമായ അവസ്ഥ. തടസ്സവാദങ്ങളൊക്കെ പലരും ഉന്നയിക്കാം. പക്ഷേ അതല്ല, ഇതിനെല്ലാം ഒരു പരിഹാരമാണ് വേണ്ടത്. കുട്ടികളുടെ ഭാവിയാണ്, കുട്ടികളുടെ ആരോഗ്യമാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ ഗവൺമെൻറ് അധികൃതരും ബാക്കി പഞ്ചായത്ത് അധികൃതരുമാണ്. ഈ സെക്രട്ടറി പോലും കൈമടത്തി കളിക്കുന്ന ഒരവസ്ഥയാണ്. മെമ്പർക്ക് പോലും നിസ്സഹായനാണ്. ഇങ്ങനെയൊന്നും പറ്റില്ല. കാരണം എല്ലാം നികുതി കൊടുക്കുന്ന നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ജനതകളാണ്, നമ്മുടെ പ്രജകളാണ്. ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ പ്രജകളാണ്. അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം തീർച്ചയായും സർക്കാരിന് തന്നെയാണ്. സ്പേസ് വേണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീത് മാരാ സൈനിങ് ഓഫ്.